PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏപ്രിൽ 4 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. പാഠപുസ്തകങ്ങളിലൂടെ 9ാം ക്ലാസ്സിലെ ബയോളജി 1ാമത്തെ അധ്യായമായ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ഭാഗത്തിൽ നിന്നുള്ള വസ്തുതകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടോ. ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏത്? ഈ കോളി ബാക്ടീരിയ. ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏത്? ഈ കോളി ബാക്ടീരിയ. ഈ കോളി ബാക്ടീരിയയെ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത് എവിടത്തെ ശാസ്ത്രജ്ഞരാണ്? ക്രോംബ്രിഡ്ജിലെ ശാസ്ത്രജ്ഞർ. ഈ കോളി ബാക്ടീരിയയെ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത് എവിടത്തെ ശാസ്ത്രജ്ഞരാണ്? ക്രോംബ്രിഡ്ജിലെ. ജീവലക്ഷണങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്നവ എന്തെല്ലാം? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം. ജീവലക്ഷണങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്നവ എന്തെല്ലാം? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമേത്? കോശം. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമേത്? കോശം. ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത് എവിടെ? കോശങ്ങളിൽ. ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത് എവിടെ? കോശങ്ങളിൽ. കോശഘടനയ്ക്കും കോശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഒട്ടേറെ തന്മാത്രകൾ പ്രധാനമായും ഏതൊക്കെ മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് രൂപപ്പെടുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫേറ്റ്, കാൽസ്യം. കോശഘടനയ്ക്കും കോശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഒട്ടേറെ തന്മാത്രകൾ പ്രധാനമായും ഏതൊക്കെ മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് രൂപപ്പെടുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ബയോമോളിക്യൂളുകൾ. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ബയോമോളിക്യൂളുകൾ. ബയോമോളിക്യൂളുകൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ബയോമോളിക്യൂളുകൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? കൊഴുപ്പുകളും എണ്ണകളും. ലിപ്പിഡുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? കൊഴുപ്പുകളും എണ്ണകളും. പ്രോട്ടീനുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. പ്രോട്ടീനുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡുകൾ ഏതെല്ലാം? DNA, RNA. ന്യൂക്ലിക് ആസിഡുകൾ ഏതെല്ലാം? DNA, RNA. ബയോമോളിക്യൂളുകളും ഒട്ടേറെ മറ്റ് രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ എങ്ങനെ വിളിക്കുന്നു? മെറ്റാബോളിസം. ബയോമോളിക്യൂളുകളും ഒട്ടേറെ മറ്റ് രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ എങ്ങനെ വിളിക്കുന്നു? മെറ്റാബോളിസം. മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കുന്നത് എങ്ങനെ? അനാബോളിസം, കറ്റബോളിസം എന്നിങ്ങനെ. മെറ്റാബോളിസത്തെ രണ്ടായിട്ട് തിരിക്കുന്നത് എങ്ങനെ? അനാബോളിസം, കറ്റബോളിസം എന്നിവ. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന മെറ്റാബോളിസം പ്രവർത്തനമേത്? അനാബോളിസം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന മെറ്റാബോളിസം പ്രവർത്തനമേത്? അനാബോളിസം. തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന മെറ്റാബോളിസം പ്രവർത്തനമേത്? കറ്റബോളിസം. തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന മെറ്റാബോളിസം പ്രവർത്തനമേത്? കറ്റബോളിസം. മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര കോശങ്ങൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്? 37 ട്രില്യൺ കോശങ്ങൾ. മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം കോശങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്? 37 ട്രില്യൺ കോശങ്ങൾ. ഓരോ കോശത്തിനും ഓരോ സെക്കൻഡിലും എത്ര രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് കണക്ക്? 100 കോടി കേട്ടോ. ഓരോ കോശത്തിലും ഓരോ സെക്കൻഡിലും എത്ര രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് കണക്ക്? 100 കോടി. അനാബോളിസത്തിൻ്റെ പ്രധാന സവിശേഷത എന്ത്? പ്രോട്ടീൻ സംയോജനം. അനാബോളിസത്തിൻ്റെ പ്രധാന സവിശേഷത എന്ത്? പ്രോട്ടീൻ സംയോജനം. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് എന്തിനുദാഹരണമാണ്? അനാബോളിസം. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് എന്തിനു ഉദാഹരണമാണ്? അനാബോളിസം. കറ്റബോളിസത്തിൻ്റെ പ്രധാന സവിശേഷത എന്ത്? പ്രോട്ടീൻ വിഘടനം. കറ്റബോളിസത്തിൻ്റെ പ്രധാന സവിശേഷത എന്ത്? പ്രോട്ടീൻ വിഘടനം. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നത് എന്തിന് ഉദാഹരണമാണ്? കറ്റബോളിസത്തിന്. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നത് എന്തിന് ഉദാഹരണമാണ്? കറ്റബോളിസത്തിന്. മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനുമായി കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ബയോമോളിക്യൂളുകളേവ? എൻസൈമുകളും ഹോർമോണുകളും. മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനുമായി കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ബയോമോളിക്യൂളുകളേവ? എൻസൈമുകളും ഹോർമോണുകളും.
ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളേവ എൻസൈമുകൾ. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളേവ എൻസൈമുകൾ. മിക്ക എൻസൈമുകളും ഘടനാപരമായി എന്താണ്? പ്രോട്ടീനുകൾ. മിക്ക എൻസൈമുകളും ഘടനാപരമായിട്ട് എന്താണ്? പ്രോട്ടീനുകൾ. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയ രസത്തിലെ പെപ്സിൻ എന്നിവ എന്തിനുദാഹരണങ്ങളാണ്? എൻസൈമുകൾ. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയരസത്തിലെ പെപ്സിൻ എന്നിവ എന്തിനു ഉദാഹരണങ്ങളാണ്? എൻസൈമുകൾ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളേവ ഹോർമോണുകൾ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളേവ ഹോർമോണുകൾ. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ത്? വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികൾ. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ത്? വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികൾ. ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളേവ ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളേവ ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. അമീബയെ പോലുള്ള ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്ന് പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെ? കോശസ്തരത്തിലൂടെ. അമീബയെ പോലുള്ള ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്ന് പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെ? കോശസ്തരത്തിലൂടെ. തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതകളേവ പ്ലാസ്മോഡെസ്മാറ്റ. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതകളേവ പ്ലാസ്മോഡെസ്മാറ്റ. പദാർത്ഥങ്ങൾ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നത് എന്തിലൂടെ? പ്ലാസ്മ സ്തരത്തിലൂടെ. പദാർത്ഥങ്ങൾ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നത് എന്തിലൂടെ? പ്ലാസ്മ സ്തരത്തിലൂടെ. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവമേത്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവമേത്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ജന്തുക്കളിൽ കോശങ്ങൾക്കുള്ളിലെ ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നത് എന്ത്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ജന്തുക്കളിൽ കോശങ്ങൾക്കുള്ളിലെ ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നത് എന്ത്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. നെക്സ്റ്റ് പോയിന്റ്, സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? കോശഭിത്തിയും അതിലെ ഘടകങ്ങളും, കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? കോശഭിത്തിയും അതിലെ ഘടകങ്ങളും, കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ എങ്ങനെ വിളിക്കുന്നു? സമസ്ഥിതി പാലനം. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ എങ്ങനെ വിളിക്കുന്നു? സമസ്ഥിതി പാലനം. മെറ്റബോളിസം സുഗമമായി നിലനിർത്താൻ ആവശ്യമായതെന്ത്? ആന്തര സമസ്ഥിതി നിലനിർത്തുന്നത്. മെറ്റാബോളിസം സുഗമമായി നിലനിർത്താൻ ആവശ്യമായതെന്ത്? ആന്തര സമസ്ഥിതി നിലനിർത്തുന്നത്. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാലുള്ള ദോഷമെന്ത്? ജീവന് ഭീഷണിയാകുന്നു. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാലുള്ള ദോഷമെന്ത്? ജീവന് ഭീഷണിയാകുന്നു. കോശസ്തരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? പ്ലാസ്മ സ്തരം. കോശസ്തരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? പ്ലാസ്മ സ്തരം. പ്ലാസ്മ സ്തരത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്ത്? വർണ്ണധാരി സ്തരം. പ്ലാസ്മ സ്തരത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്ത്? വർണ്ണധാരി സ്തരം. പ്ലാസ്മ സ്തരത്തിലൂടെ അനായാസം കടന്നു പോകാനാകുന്ന തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളേവ ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പ്ലാസ്മ സ്തരത്തിലൂടെ അനായാസം കടന്നു പോകാനാകുന്ന തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളേവ ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ ഏത്? ഓസ്മോസിസ്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ ഏത്? ഓസ്മോസിസ്. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ഓസ്മോസിസ്. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ഓസ്മോസിസ്. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ ഏത്? ഫെസിലിറ്റേറ്റീവ് ഡിഫ്യൂഷൻ. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ ഏത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ ഏത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ ഏത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കോശത്തിനുള്ളിൽ പദാർത്ഥ കണികകളെ എത്തിക്കുന്നതിനും അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ത്? പ്ലാസ്മ സ്തരം.
ക്വസ്റ്റ്യൻ എന്താണ്? കോശത്തിനുള്ളിൽ പദാർത്ഥ കണികകളെ എത്തിക്കുന്നതിനും അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ത്? പ്ലാസ്മ സ്ഥലം. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തിന് ഉദാഹരണം ഏത്? ആൽഗകൾ. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തിന് ഉദാഹരണം ഏത്? ആൽഗകൾ. പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണം ഏത്? ബ്ലൂ ഗ്രീൻ ആൽഗ. പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണം ഏത്? ബ്ലൂ ഗ്രീൻ ആൽഗ. ആൽഗകൾക്കും ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? പ്രകാശ സംശ്ലേഷണം. ആൽഗകൾക്കും ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏത്? പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏത്? പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ ഏതെല്ലാം? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ ഏതെല്ലാം? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ? ഗ്രാനയിൽ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ? ഗ്രാനയിൽ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെ? സ്ട്രോമയിൽ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെ? സ്ട്രോമയിൽ. പ്രകാശഘട്ടത്തിലുള്ള പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രധാന സവിശേഷതകളേവ? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഊർജ്ജ തന്മാത്രയായിട്ട് ATP ഉണ്ടാകുന്നു. പ്രകാശഘട്ടത്തിലുള്ള പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രധാന സവിശേഷതകളേവ? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിലുള്ള പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രധാന സവിശേഷതകളേവ? പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും ATP പ്രകാശഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിലുള്ള പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രധാന സവിശേഷതകളേവ? പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും അതായത് ATP പ്രകാശഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നതിനാൽ അതിനെ ഏതു രീതിയിലാണ് സസ്യങ്ങൾ സംഭരിക്കുന്നത്? ആലേയമായ അന്നജമാക്കി. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നതിനാൽ അതിനെ ഏതു രീതിയിലാണ് സസ്യങ്ങൾ സംഭരിക്കുന്നത്? ആലേയമായ അന്നജമാക്കി. സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എന്തിൽ നിന്ന്? അന്നജത്തിൽ നിന്ന്. സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എന്തിൽ നിന്ന്? അന്നജത്തിൽ നിന്ന്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സുക്രോസ്, ഫ്രക്ടോസ്, കൊഴുപ്പ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സുക്രോസ്, ഫ്രക്ടോസ്, കൊഴുപ്പ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ. സ്വപോഷികൾ എന്ന് വിളിക്കപ്പെടുന്ന ജീവജാലങ്ങളേവ? സസ്യങ്ങൾ. സ്വപോഷികൾ എന്ന് വിളിക്കപ്പെടുന്ന ജീവജാലങ്ങളേവ? സസ്യങ്ങൾ. പരപോഷികൾ എന്നറിയപ്പെടുന്ന ജീവജാലങ്ങളേവ? ജന്തുക്കൾ. പരപോഷികൾ എന്നറിയപ്പെടുന്ന ജീവജാലങ്ങളേവ? ജന്തുക്കൾ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. മാത്രമല്ല നമ്മളൊരു പുതിയ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ലൈവായിട്ടോ വീഡിയോ ആയിട്ടോ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളത്. അത് അധികം വൈകാതെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.